ജില്ലാ പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള അവകാശ തർക്കം ഒരു റോഡിൻ്റെ പണി മുടക്കി. കാസർഗോഡ് നെല്ലിക്കട്ടയിലാണ് ഈ സംഭവം. തകർന്നു കിടന്ന റോഡ് നന്നാക്കാൻ ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ച ശേഷമാണ് പൊതുമരാമത്ത് വകുപ്പ് സാങ്കേതിക പ്രശ്നം പറഞ്ഞ് ഇത് മുടക്കാൻ വന്നത്. നാട്ടുകാരുടെ ദുരിതയാത്ര മാറ്റമില്ലാതെ ഇപ്പോഴും അതുകൊണ്ട് തന്നെ തുടരുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി ഫണ്ട് പാസ്സായിട്ടും അധികൃതരുടെ അനാസ്ഥ മൂലം ദുരിതമനുഭവിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ അതിർക്കുഴിയിലെ ജനങ്ങൾ. വർഷങ്ങളായി പൊടി തിന്നാണ് ഇന്നാട്ടുകാരുടെ ജീവിതം. റോഡ് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. ഫുള്ള് ബൈക്കിൻ്റെ പണിയും പോയി, നടുവിൻ്റെ പണിയും പോയി. റോഡായിട്ട് കുറേ വർഷമായി ഇതിങ്ങനെ ആയിട്ട്. പിന്നെ ഇന്നലെ തുടങ്ങിയൊന്നല്ലേ ഇത്. ഒരു 2, 3, 4 വർഷത്തിനുള്ളിൽ ഫുള്ള് പൊടിയായിട്ടായി. മുമ്പൊക്കെ ഒരു ചെറിയൊരു പാച്ച് വർക്ക് ആക്കിയിട്ട് പോയതാണ്. ഇപ്പോൾ 4-5 വർഷം ചെറുതായിട്ട് ഈ റോഡ് കുറച്ചായിട്ട് ഇപ്പം മൊത്തം പൊടിയായിട്ടുണ്ട്. ഈ സൈഡ് മുതൽ ആ സൈഡ് വരെ 400ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. പലരും പൊടി തിന്നാണ് ഈ വഴിയിലൂടെ പോകുന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് തന്നെ 5-6 കൊല്ലമായി ഇവിടെ നമ്മളിവിടെ കച്ചവടം ചെയ്യുന്നു. ഒരാളും മനുഷ്യൻ്റെ ഇങ്ങോട്ടേക്ക് കയറുന്നില്ല. പൊടിയായിട്ടും അതായിട്ടും ഇതായിട്ടെല്ലാം ഇതിങ്ങനെ തന്നെ. ഇതിപ്പോൾ രണ്ടാമത് നന്നാക്കാൻ തുടങ്ങിയിട്ട് ഇതിങ്ങനെ വെച്ചെടുക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഓറ് വരും, ഓറ് വന്നിട്ട് ഓറ് എല്ലാം റെഡി എന്ന് പറയും, ഓരോ പാട്ടിന് പോകും, അത്ര തന്നെ. 10 വർഷമായി റോഡിന്റെ അവസ്ഥ ഇതാണ്. ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ ഇതുവഴി വരാൻ മടിക്കുന്നു. രണ്ട് വർഷം മുൻപ് നാട്ടുകാർ സമരം ചെയ്തു. ഇതോടെ ജില്ലാ പഞ്ചായത്ത് റോഡ് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിൽ ഉൾപ്പെടുത്തി. 3.5 കോടി രൂപ പാസ്സാവുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാവുകയും ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയത്. പക്ഷേ എന്നിട്ടും പണി നടക്കുന്നില്ല. ജനങ്ങൾ എത്ര കഷ്ടപ്പെടുന്നുള്ളത്. പണി തുടങ്ങാതെ ഇവിടെ 4 ബോൾഡർസും 2 ദിവസം JCB-യുടെ പണിയെടുത്തിന്. പിന്നെ ഈ ഭാഗം വരുന്നില്ല, കാണുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. മെയിൻ പ്രശ്നം അത് തന്നെ. പൊതുമരാമത്ത് വകുപ്പ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സാങ്കേതിക തടസ്സങ്ങൾ നീക്കി എത്രയും പെട്ടെന്ന് റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.